രണ്ടാമൻ വക്കൻ. മൂന്നാമൻ പത്മനാശൻ. പൊക്കൻ വക്കനേക്കാൾ ശക്തനായിരുന്നു. വക്കൻ പൊക്കനേക്കാൾ ബുദ്ധിമാനായിരുന്നു. പൊക്കൻ വിയർപ്പിന്റെ വിലയറിഞ്ഞവൻ. വക്കൻ ചിന്താശീലമുള്ളവൻ. എനിക്ക് വക്കന്റെ ബുദ്ധിയൊന്നുമില്ല എന്ന് പൊക്കൻ പറയും. പക്ഷെ എനിക്ക് എല്ലുമുറിയ പണിയെടുക്കാൻ അറിയാം. എന്നാൽ പത്മനാശനോ വ്യത്യസ്തനായിരുന്നു. പക്ഷേ അയാളെ മാറ്റി നിർത്തുവാൻ പറ്റില്ല. ഞാൻ പൊക്കനേക്കാൾ മാന്യനാണ് അയാൾ പറയും. ഞാൻ വക്കനേക്കാൾ വിവരമുള്ളവനാണെന്ന് അയാൾ ചിന്തിക്കും. അവർ പോയി തോലയട്ടെ, അയാൾ പുറകുറക്കും. ഒരിക്കൽ യജമാനൻ എല്ലാവരെയും ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ടിങ് ടോങ്, ടിങ് ടോങ്. വരൂ. വക്കൻ പൊക്കൻ, തന്റെ പേര് ഞാൻ എപ്പോഴും മറക്കും. പത്മനാശൻ. ഓ, സമ്മതിച്ചു. മൂന്ന് പേരും ശ്രദ്ധിച്ച് കേൾക്കുവാനാണ് പറയുന്നത്. ഞാനൊരു വഴിക്ക് പോവുകയാണ്. അതിനു മുൻപേ കുറെ പണം നിങ്ങളെ ഏൽപ്പിക്കാൻ പോവുകയാണ്. എല്ലാവരും ലൈനായിട്ട് നിന്നേ, ലൈനായിട്ട് നിന്നേ. അഞ്ച് താലന്ത് നിനക്ക്. രണ്ട് താലന്ത് നിനക്ക്. ഒരു താലന്ത് നിനക്ക്. യജമാനൻ യാത്ര പറഞ്ഞു. സൂട്ടിട്ടു, കോട്ടിട്ടു, സ്ഥലം വിട്ടു. എണ്ണി നോക്കിയപ്പോൾ പൊക്കന് കിട്ടിയത് 5000 രൂപയായിരുന്നു. വക്കന് കിട്ടിയതോ 2000 രൂപ. പത്മനാശന് കിട്ടിയത് 1000 രൂപയായിരുന്നു. അവർ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നെന്നോ? പൊക്കൻ കൃഷി മിടുക്കനായിരുന്നു. വക്കൻ കച്ചവടത്തിൽ സമർത്ഥനായിരുന്നു. പത്മനാശൻ ഒട്ടും പുറകിലായിരുന്നില്ല. പൊക്കൻ മുണ്ട് മടക്കി കുത്തി പണം പോക്കറ്റിലിട്ടു. മേൽത്തലത്തും വളവും വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയി. വക്കൻ കമ്പത്ത് കാളക്കച്ചവടത്തിന് പോയി. പത്മനാശനോ ബുദ്ധിയുള്ളവനാ, തലച്ചോറുള്ളവനാ. അവൻ തല പുകഞ്ഞാലോചിച്ചു, കൂലങ്കക്ഷമായിട്ട് ചിന്തിച്ചു, വസ്തുതകളെ വിലയിരുത്തി, സാഹചര്യങ്ങളെ അവലോകനം ചെയ്തു. അവൻ അത് ചെയ്തു. അവൻ ഇത് ചെയ്തു, ചുരുക്കത്തിൽ ഒന്നും ചെയ്തില്ല. യാതൊരു വകയും ചെയ്തില്ലെന്ന് ചുരുക്കം. കിട്ടിയ പണത്തെ കുറിച്ച് അയാൾക്ക് കരുതലുണ്ടായിരുന്നു. യജമാനൻ പറഞ്ഞില്ലേ പണം സൂക്ഷിക്കണമെന്ന്. അയാൾ ആ പണം ഒരു പട്ടുറുമാലയിൽ പൊതിഞ്ഞ് ഒരു ചെപ്പിനുള്ളിലാക്കി.
നാളുകൾക്ക് ശേഷം ടിങ് ടോങ്, ടിങ് ടോങ്. ആരാണത്? ആരാണെന്നാ വിചാരം? അയ്യോ യജമാനൻ, വേഗം ഒരു ലൈനായിട്ട് നിൽക്ക്. തന്നോട് പറഞ്ഞത്. ബഹളം വയ്ക്കാതെ. താൻ ബഹളം വെക്കാതെ. യജമാനൻ ഓരോരുത്തരെയും വിളിപ്പിച്ച് ഏൽപ്പിച്ച പണത്തിന്റെ കണക്ക് ചോദിക്കുന്നു. ആരാണ് ആദ്യം? അങ്ങുന്നേ, വിചാരിച്ചതുപോലെ കൃഷിയിൽ ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പാവലിനും പടവലത്തിനും കീടശല്യം ഉണ്ടായിരുന്നു. പാടത്ത് മുഞ്ഞയും വളത്തിന് കീടനാശിനിക്കും വില കൂടി. വെള്ളപ്പൊക്കം മൂലം. അത് സാരമില്ലെന്നേ. ഞാൻ ഏൽപ്പിച്ച പണം നീ ഇരട്ടിയാക്കിയില്ലേ? മിടുക്കൻ. അതുകൊണ്ട് നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. അടുത്തയാൾ. പൊന്നങ്ങുന്നേ, കാളയ്ക്ക് കുളമ്പതീനും വന്നു. കാലിവസന്ത മൂലം കുറെ എണ്ണം ചത്തുപോയി. കമ്പത്തു നിന്നും കൊണ്ടുവരുന്ന വഴി ലോറി ഇടിച്ച് കുറെ ചത്തു. വിചാരിച്ചതുപോലെ ലാഭമുണ്ടാക്കാൻ പറ്റിയില്ല. എങ്കിലും തന്നെ ഏൽപ്പിച്ച പണം താൻ ഇരട്ടിയാക്കിയില്ലേ? വീണ്ടും എടുക്ക. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. അടുത്തയാൾ. യമാനെ, വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും ഇത്യാദി ഇത്യാദി, വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന ഇത്യാദി ഇത്യാദി. കഠിന മനുഷ്യനാണ് നീ എന്ന് ഞാൻ അറിഞ്ഞു. നിന്നെ അറിഞ്ഞു. ഇത്യാദി ഇത്യാദി. ഭയപ്പെട്ട് നിന്റെ പണം നിലത്തു കുഴിച്ചിട്ട് എന്ന അങ്ങയുടെ വിധേയൻ പത്മനാഭൻ. നീ ഒരു വാക്ക ചെയ്തില്ല. നീ വെറും നാലാംകിട വാചക കസത്തുകാരൻ. വെറും പ്രസംഗം മാത്രം. നിന്നെ ഞാൻ ഏൽപ്പിച്ചു മുതൽ അല്പം പോലും ഉപയോഗിക്കാനോ വർദ്ധിപ്പാനോ നിനക്ക് കഴിഞ്ഞില്ല. ആ താലന്ത് അവന്റെ കയ്യിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുത്തു. ഈ കൊള്ളനാഥുവിനെ പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. ഇവിടെ ശ്രദ്ധിക്കും. ഇവിടെ ശ്രദ്ധിക്കും. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ നല്ലതുപോലെ ഉപയോഗിക്കും. എന്തുകൊണ്ടെന്നാൽ എല്ലാ മനുഷ്യരും ദൈവം മുമ്പാകെ കണക്ക് ബോധിപ്പിക്കാൻ ഒരു നാൾ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. താങ്ക് യു.